ഹലോ ഗൈസ്, വെൽക്കം ടു അൻകാസ്ട്രോൾഡർ മൂവി റിവ്യൂ ചാനൽ. എന്ന് പറയാൻ പോകുന്നത് ടർബോ ജോസ് ടൈം എന്ന സിനിമ. ടർബോ എന്ന് മാത്രമാണ് സിനിമയുടെ പേര്. എന്നാലും ഞാൻ അങ്ങ് ചേർത്തെന്ന് മാത്രം. ക്യാരക്ടറിൻ്റെ പേരാണ് ടർബോ ജോസ്. അപ്പോൾ ടർബോ ജോസിൻ്റെ റിവ്യൂ ആണ് ഇന്ന് പറയാൻ പോണത്. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് മമ്മൂക്ക, രാജ്ബി ഷെട്ടി, പിന്നെ കബീർ ദുഹാൻ സിംഗ്, പുഷ്പ സുനിൽ, അതിനെക്കുറിച്ച് പറയാം. പിന്നെ അഞ്ജന ജയപ്രകാശ്, ശബരീഷ് വർമ്മ, പിന്നെ ബിന്ദു പണിക്കർ, ദിലീഷ് പോത്തൻ, അബു സലീം, പിന്നെ ആരൊക്കെയായിരുന്നു, ജോണി ആൻ്റണി, പിന്നെ അരുൾ ദോസ്. ഇവരൊക്കെയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അടിപൊളി പടം എന്ന് പറയാനല്ല, വേറൊന്നും പറയാനില്ല. വേറെ ലെവൽ പടം. വൈശാഖാണ് എൻ്റെ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. വൈശാഖാണ്. മ്യൂസിക് ബൈ ക്രിസ്റ്റോ സേവർ. അടിപൊളി BGM. ആൻഡ് ഡയറക്ടർ ബ്രില്യൻസ് ഇസ് ദിസ് മൂവി. ആൻഡ് ആക്ടിങ് വൈസ് സൂപ്പർ. എൻ്റെ കേമിയോയുടെ കാര്യം പറയാൻ പോകുന്നത് അതിനെക്കുറിച്ച് ഞാൻ പറയാം. അത് പതുക്കെ പറയുള്ളൂ, അവസാനം പറയുമ്പോൾ പറയും. പിന്നെ മമ്മൂക്ക ഈ സിനിമയിൽ ഒരു ഡ്രൈവറായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ വെറും ഡ്രൈവറല്ല, അടി വെടി വരുന്നിതാ ടർബോ ജോസ് എന്ന് പറഞ്ഞാൽ മതി. വെറുതെ കയറി അടിച്ചോളൂ. അങ്ങനെ ഈ സിനിമയുടെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് ഹീറോ പണ്ഡിറ്റ് 2 കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കണ്ടിരിക്കുന്നവർക്ക് ഇത് പ്രെഡിക്റ്റബിളാണ്. കാരണം സ്കാം തന്നെയാണ് കഥ. എടാ എനിക്ക് ഹീറോ പണ്ഡിറ്റ് 2 എന്ന് പറയുന്ന സിനിമ എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് ഈ സിനിമയുടെ സ്റ്റോറി പെട്ടെന്ന് ക്ലിയറായി. മീൻസ് ഇതിൻ്റെ ഒരു ഇൻട്രോ ബ്ലോക്ക് ആവുന്നതിന് മുമ്പായിട്ട് ഈ സിനിമയുടെ സ്റ്റോറി മനസ്സിലാക്കാൻ പറ്റും. സ്റ്റോറി എന്താണെന്ന് അവർ പ്രെഡിക്റ്റബിൾ ആക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ തന്നെ മനസ്സിലായി ഇത് ഹീറോ പണ്ഡിറ്റ് 2 അല്ലേ. ഹീറോ പണ്ഡിറ്റ് 2ൻ്റെ സ്റ്റോറി എന്ന് ഫുള്ളായിട്ടൊന്നും ഞാൻ പറയില്ല. അത് കുറച്ചൊക്കെ അതിൻ്റെ സ്റ്റോറി കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒറിജിനൽ സ്റ്റോറി തന്നെ, പക്ഷെ അതിൻ്റെ കൂടെ കുറച്ച് ഹീറോ പണ്ഡിറ്റ് 2 കയറ്റിയിട്ടുണ്ട്. സ്റ്റണ്ടിൽ ലൂസിഫറിൻ്റെ റീമേക്കിലെ സ്റ്റണ്ട് ഒപ്പിടിച്ചിട്ടുണ്ട്. പിന്നെ അവഞ്ചേഴ്സിൽ മറ്റേ ടാനോസിൻ്റെ ഒരു തന്നെ ഉള്ളടി, ഒരു ഗ്ലൗസ്, അതുകൊണ്ട് ഒറ്റയടി ആൾ പറക്കുന്നു. പിന്നെ അവഞ്ചേഴ്സ് ഉണ്ട്, ഈയിടത്തിൽ അവഞ്ചേഴ്സ് ഉണ്ട്, ഹീറോ പണ്ഡിറ്റ് 2 ഉണ്ട്, ഏകവില്ലൻ റിട്ടേൺസ് ഉണ്ട്, പിന്നെ ലൂസിഫറിൻ്റെ റീമേക്കായിട്ടുള്ള ഗോഡ് ഫാദർ ഉണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ കുറച്ച് കട അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ വേറെ ഏതെങ്കിലും പടം ഉണ്ടെന്ന് ചോദിച്ചാൽ വേറെ ഒന്നും ഇല്ലാന്ന് വിചാരിക്കണം. അത് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ ഈ സിനിമകളിലൊക്കെ സീൻസൊക്കെ ഇത് ഇൻസ്പിറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം അതേപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഹീറോ പണ്ഡിറ്റ് 2 ഇൻസ്പിറേഷൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റോറിയിൽ ചിലവിടേക്ക് ഹീറോ പണ്ഡിറ്റ് 2 വരുന്നുണ്ട്. പിന്നെ വില്ലൻ, വില്ലൻ പൊളിച്ച് മോനെ, പൊളി രാജ്ബി ഷെട്ടിക്ക് വേറെ ലെവൽ. അങ്ങേര് വില്ലനായിട്ട് ഇതിനു മുമ്പ് വേറെ പടത്തെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ കന്നഡ ആക്ടറാണ്, ഫസ്റ്റ് മലയാള പടമാണ്. അങ്ങനെ ആദ്യമായിട്ടാണ് ഒരു ഇതര ഭാഷ പടത്തിലോട്ട്, മീൻസ് കന്നഡ അല്ലാതെ എന്നാണ് ഉദ്ദേശിച്ചത്. കന്നഡ അല്ലാതെ വേറൊരു ഭാഷയിലോട്ട് അഭിനയിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമുക്കാണ് വൈശാഖണ്ണൻ്റെ കമ്പാക്ക് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. വളരെ കമ്പാക്ക് എടുത്തിട്ടുണ്ട്. അടിപൊളി. എൻ്റെ അഞ്ജന ജയപ്രകാശ് കൊള്ളാം. ശബരീഷ് വർമ്മ, മറ്റേ സീൻ കോൺട്രയില്ലടേ, ആ പാട്ട് പാടിയാനാണ് അവനെന്നോട് അഭിനയത്തിൽ പ്രേമ സിനിമയിൽ സീൻ കോൺട്ര പാട്ട് പാടിയാണ് അവൻ ഹിറ്റായത് എന്നുള്ളത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയണ്ട. അറിയാവുന്നവർ കൂടുതലായിരിക്കും. എന്നാലും പറഞ്ഞ് അറിയാത്തവർക്ക് വേണ്ടി പറയുന്നു. അവൻ്റെ അഭിനയം കൊള്ളാം. ബിന്ദു പണിക്കർ,
മമ്മൂട്ടിയുടെ അമ്മയായിട്ട് വന്നിരിക്കുന്നത്. അത് മാക്സിമം നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ജോണി ആൻ്റണി ചെറിയൊരു സപ്പോർട്ടിങ് റോൾ, അതും നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, പേര് കറക്റ്റായിട്ട് കിട്ടണില്ല. അബു സലീം ഉണ്ട്, അബു സലീം നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ദിലീഷ് പോത്തനുണ്ട്. ദിലീഷ് പോത്തൻ ഇടയ്ക്ക് വില്ലനാണോ സംശയം തോന്നി. മീൻസ് ഒരു ക്ലൈമാക്സ് ആവുന്നതിന് മുമ്പായിട്ട്. പക്ഷെ ക്ലൈമാക്സിൽ അവൻ പറയുന്നുണ്ട്, എൻ്റെ അടി വാങ്ങിയിട്ടുള്ളവരെയൊക്കെ പിന്നീട് എന്നോട് അടി ഉണ്ടാക്കാൻ വന്നിട്ടില്ല, അവരെ വിട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അവൻ വില്ലനല്ല എന്ന് മനസ്സിലാക്കി വീണ്ടും ട്രാൻസ്ഫോർമേഷൻ. എനിക്ക് ഇങ്ങനെ 2 ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് ദിലീഷ് പോത്തന്. പിന്നെ കബീർ ദുഹാൻ സിംഗ് ആക്ഷൻ പയൽ വൈൻ, അതൊരു കന്നഡ പടമാണ്. പിന്നെ സാഗിനി ഡാക്കിനി എന്ന സിനിമകളിൽ വില്ലനായിട്ട് വന്ന കബീർ ദുഹാൻ സിംഗും ഈ പടത്തിൽ എൻ്റെ പാർട്ട്ണറായിട്ട് വന്നിട്ടുണ്ട്. ഇത് മര്യാദയ്ക്ക് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഈ സിനിമയിലോട്ട് വന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ശരിക്കും രാജ്ബി ഷെട്ടിയുടെ റോൾ ആണ് അർജുൻ ദാസ് ശരിക്കും ചെയ്യേണ്ടിയിരുന്നത്, അർജുൻ ദാസ് ചെയ്യാൻ വേണ്ടി വന്നത്. പക്ഷെ അന്ന് അങ്ങേർക്ക് ഒരുപാട് ഡേറ്റ്സ് ഉള്ളതുകൊണ്ട് അങ്ങേർക്ക് ഒരുപാട് സിനിമകളുടെ ഷൂട്ട് വൈകുന്നുള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങേര് പോവുകയും പിന്നെ രാജ്ബി ഷെട്ടി വരികയും ചെയ്തു ആ വില്ലൻ റോളിലോട്ട്. അത് മര്യാദ ചെയ്തിട്ടുണ്ട് രാജ്ബി ഷെട്ടി. പിന്നെ പുഷ്പസുനിൽ അറിയില്ലെങ്കിൽ പുഷ്പയിലെ മംഗളം ശ്രീൻ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ക്യാരക്ടറുണ്ട്. അത് കട്ട കോമഡിയാണ്. അത് സെക്കൻഡ് ഹാഫിൽ കട്ട കോമഡി, ഫസ്റ്റ് ഹാഫിൽ കട്ട കോമഡി ആയിരുന്നു. സെക്കൻഡ് ഹാഫിൽ അങ്ങനെ മാച്ചിന് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങേരുണ്ട്. പിന്നെ ജയിലറിൽ അങ്ങനെ കോമഡി ആയിരുന്നു. ജയിലറിൽ മോഹനെ എന്തോന്നും ബ്ലാസ്റ്റ് മോഹനെ ബ്ലാസ്റ്റ് മോഹൻ അപ്പോ എന്ന് വിളിച്ചിരുന്നൊരു ക്യാരക്ടറായിരുന്നത്. എന്നാലും അങ്ങേര് കൊള്ളാൻ ഈ പടത്തിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. പേര് ഓട്ടാ ബില്ല. എന്തോന്ന് ഓട്ടാ ബില്ല സിനിമ കോപ്പി ചെയ്യുന്നുടെ പേര്. അവിടെ ബില്ല സിനിമ അതൊന്നും പറയാനില്ലടെ. നല്ല നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ പേര് അരുൾദാസ് പണ്ടത്തെ പദം അടി വാങ്ങിയ പണി ചിൽഡ്രൻസ് പാർക്കിൽ വില്ലത്തരം പോലെയെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനത്തെ ഒരു നല്ലൊരു വില്ലത്തരമാണെന്ന് വിചാരിച്ച്. പക്ഷേ അങ്ങനെ ഒരു സീനിൻ്റെ കാണിക്കുന്നുണ്ട്. അല്ല, അതൊരു സീനിലൊന്നുമല്ല, 3 സീനിൻ്റെ ഒന്ന് കാണിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ അങ്ങനെ പൊട്ടി പാളിച്ചായിട്ടാണ് കാണിച്ചിരിക്കുന്നത് സിനിമയിൽ. പിന്നെ എന്തോന്ന് ആൻഡ് ദിസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ മമ്മൂട്ടി ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ദുൽഖർ സൽമാൻ. ആളുടെ വേറെ അത് നല്ലതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി, അവസാനത്തെ കാര്യമാണ്, ഇതിലൊരു ക്യാമിയോ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആരാണെന്ന് പറയാൻ പോവുകയാണ്. എല്ലാവരും കേട്ടിരുന്നോളണം, ഇല്ലെങ്കിൽ മനസ്സിലാവില്ല കേട്ടോ. ദാറ്റ് ഈസ് വൺ ആൻഡ് ഓൺലി മക്കൾ സെൽവൻ വിജയ് സേതുപതി. സത്യമാണ്, വിജയ് സേതുപതിയാണ് ആ കേമിയോ, വില്ലൻ കേമിയോ. സെക്കൻഡ് പാർട്ട് അനൗൺസ്മെൻറ്റ്, ടർബോ 2 വിൽ ബി സൂൺ, അല്ല കമ്മിങ് സൂൺ എന്ന് പറഞ്ഞുകൊണ്ടാണ് സിനിമ അവസാനിച്ചിരിക്കുന്നത്. അത് വേറെ ലെവല്. വിജയ് സേതുപതി ഞാൻ കാണിക്കണമൊന്നുമില്ല, മുഖം കാണിക്കണമൊന്നുമില്ല, ജസ്റ്റ് എ വോയിസ്. എന്താ സംഭവം എന്ന് വെച്ചാൽ ക്ലൈമാക്സിൽ രാജ്ബി ഷെട്ടിനെ വന്നിട്ട് നമ്മൊക്കെ ഇങ്ങനെ നൈസായിട്ട് കേരളത്തിലല്ലേ, എന്നിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം ഈ കാര്യങ്ങളൊക്കെ അവിടുത്തെ പള്ളിയാഴ്ച അച്ഛനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോകുമ്പോൾ ഒരുത്തൻ ബെല്ലടിക്കും. അത് വിജയ് സേതുപതിയുടെ ആൾക്കാരാണ്. വിജയ് സേതുപതി ആയിരിക്കും എന്ന് തോന്നുന്നു. വിജയ് സേതുപതിയാണ് രാജ്ബി ഷെട്ടിയുടെ കിങ് പിന്നെന്ന് തോന്നുന്നു, ഇല്ലെങ്കിൽ ചേട്ടൻ അനിയനായിരിക്കും എന്താടാ. എന്നിട്ട് ബെല്ലടിച്ചിട്ട് അവർ വണ്ടിയിൽ കയറി പോകുമ്പോൾ അവൻ്റെ മീൻസ് മമ്മൂക്കയുടെ വീട്ടിൽ മുന്നിൽ ഒരു പെട്ടി. ആ പെട്ടിയിലാണെങ്കിൽ
നമ്മളെ സൈന്ധവ് സിനിമ കണ്ടിട്ടുണ്ടവർക്ക് അറിയായിരിക്കും. മീൻസ് ശ്രീകണ്ഠേഷിൻ്റെ പടമാണ്. അതും ഈ പടത്തിൽ കോപ്പി അടിച്ചിട്ടുണ്ട്. ഇത്യാദി കോപ്പി അതും അതേപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ പൊള്ളിച്ച് വെച്ചതൊന്നുമല്ല, മറ്റേ ജിഷു സംഘത്തിനെ പൊള്ളിച്ച് തലയർത്തിട്ട് വന്ന് പൊള്ളിച്ച് വെച്ച് ഉപ്പിലിട്ടതൊന്നുമല്ല. ഇതൊരു ബോക്സിൽ തല വെച്ചിട്ട് ദിലീഷ് പാത്തനെയാണ് ദിലീഷ് പാത്തയുടെ തല വെട്ടിയിട്ട് ബച്ചിൽ വിട്ട്. വാട്ട് എ റിയാലിറ്റി അടിപൊളി, വേറെ ലെവൽ. എന്നിട്ടൊരു ലെറ്റർ ഇടും, അതിൽ ഒരു വോയിസ് കേൾക്കും. ആ വോയിസ് എൻ്റെ അടുത്തുള്ള ഞാൻ ഒറ്റയ്ക്കാണ് പോയത് ഈ പടം കാണാൻ. മാതാമധുരയിലാണ് പോയാൽ കണ്ടത്. പിന്നെ അടുത്തുണ്ടായിരുന്നവരൊന്നും ഇവർക്ക് ആരാന്നും മനസ്സിലായി. പക്ഷെ എനിക്ക് മനസ്സിലായി. ദാറ്റ് ഈസ് മക്കൾ സെൽവൻ വിജയ് സേതുപതി ആണ് ആ റോൾ ചെയ്തിരിക്കുന്നത്. എന്നാലും വിജയ് സേതുപതിയുടെ നേരത്തെ മലയാളത്തിൽ വേറെ പടം ഉണ്ടായിരുന്നല്ലോ, മാർക്കോണി മത്തായി 18-1A. അത് ഞാൻ കണ്ടിട്ടില്ല. 18-1A കണ്ടിട്ടില്ല. മാർക്കോണി മത്തായി മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ മലയാളത്തിൽ ഇറങ്ങിയത്. മലയാളത്തിൽ അഭിനയിച്ചത് അതിലൊരു ചെറിയ റോളായിരുന്നു. എന്നാലും സപ്പോർട്ടിങ് റോൾ ഒരു ചെറിയ റോളായിരുന്നു. എന്നാലും നല്ലതായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ പടം കണ്ട് അതിന് ശേഷം ഈ 2 പടത്തിന് ശേഷം വിജയ് സേതുപതി മലയാളത്തിൽ അഭിനയിക്കാൻ പോകുന്ന സിനിമയാണ് ടർബോ 2. ടർബോ ജോസ് 2 will be back soon. Waiting. I am waiting കണ്ണാ. മക്കൾ സെൽവൻ മമ്മൂട്ടി വേഴ്സസ് മക്കൾ സെൽവൻ വിജയ് സേതുപതി. മെഗാസ്റ്റാർ വേഴ്സസ് മക്കൾ സെൽവൻ. 2 സ്റ്റാർസ് മാടിയിട്ടുണ്ടാക്കും. കാണണം മോനെ. സെക്കൻഡ് പാർട്ട് കേട്ട വെയിറ്റിംഗ്. നല്ല അടിപൊളി പടം. അങ്ങോട്ടൊന്ന് ഇപ്പം മഴ പെയ്തുകൊണ്ട് കേട്ടോ. ഞാൻ ഇറങ്ങിയപ്പോൾ മഴയായിരുന്നു. എനിക്ക് എന്താണ് അടിപൊളി പടം. കാണണമെന്നുണ്ടെങ്കിൽ കണ്ടിരിക്കണം. പടം അടിപൊളി പടം, വേറെ ലെവൽ. ഈ പടം കാണണമെങ്കിൽ 2 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്ന് സഹനശീലം. നിങ്ങൾക്ക് ഒരു മാസ് പടം ഇഷ്ടപ്പെട്ടവർക്ക് മാസ് പടത്തിൽ ഒരു എമോഷണൽ കോമഡി, പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ, സൈക്കോ തരം അങ്ങനത്തെ എന്തെങ്കിലും കാണണമെങ്കിൽ ഇങ്ങനത്തെ ഒരു പടം ഈ പടം ഞാൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നവർക്ക്. മാസ് ഇതിന് എൻ്റെ ഇടയിൽ സൈക്കോപാത്തിക്കൊക്കെ ഉണ്ട്, സൈക്കോളജിക്കലൊക്കെ ഉണ്ട്. സൈക്കോളജിക്കൽ ത്രില്ലറാണെന്നൊരു പടം. അതിന് കൊള്ളാം. എന്നാലും പൊളി. അത് വേറെ ലെവൽ. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. പിന്നെ കണ്ടവരുണ്ട്, ഇന്നാണ് സിനിമ റിലീസ് ചെയ്ത് എനിക്കറിയാം. കണ്ടവരുണ്ടെങ്കിൽ ഇതിൻ്റെ അഭിപ്രായങ്ങൾ എൻ്റെ പ്രൊഫൈലിൽ പറഞ്ഞാൽ മതി, എൻ്റെ ഇൻസ്റ്റയിൽ പറഞ്ഞാൽ മതി. യൂട്യൂബിൽ കമൻറ്റ്സ് ഓൺ ചെയ്യാൻ നോക്കിയിട്ട് ശരിയാവണില്ല, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഒന്ന് അമർത്തി തന്നിരുന്നെങ്കിൽ എത്രയോ നന്നായി. അതായപ്പോഴത്തേക്കും കാര്യമൊന്നുമില്ല, സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ ടാറ്റ, ബൈ ബൈ, ഡെൽറ്റ വസ്കസ്.